മൊഡ്യൂൾ 3-ലെ അടുത്ത ടോപ്പിക് ഇറിഗേഷൻ എഫിഷ്യൻസീസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും കൺവെയൻസ് ലോസിനെ പറ്റിയൊക്കെ പഠിക്കുകയുണ്ടായി. ഇവിടെ നമ്മൾ ഇറിഗേഷൻ എഫിഷ്യൻസീസ് എന്താണെന്നാണ് നോക്കുന്നത്. ആദ്യം തന്നെ ഇറിഗേഷൻ എഫിഷ്യൻസീസ് എന്ന് പറയുമ്പോൾ എത്ര എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ആ ഇറിഗേഷൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇറിഗേഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ദി എമൗണ്ട് ഓഫ് വാട്ടർ കൺസ്യൂംഡ് ബൈ ദി ക്രോപ്പ് ടു ദി എമൗണ്ട് ഓഫ് വാട്ടർ സപ്ലൈഡ് ത്രൂ ഇറിഗേഷൻ. ഓക്കെ, അപ്പോൾ രണ്ട് വാല്യൂസിൻ്റെ റേഷ്യോ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്ന്, എത്ര എമൗണ്ട് ഓഫ് വാട്ടർ നമ്മൾ ഇറിഗേഷന് വേണ്ടിയിട്ട് ഫീൽഡിലോട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നു, ആ ഒരു വാല്യൂവും അതേപോലെ അതിൽ എത്രമാത്രം എമൗണ്ട് ഓഫ് വാട്ടർ ഈ ക്രോപ്പ് കൺസ്യൂം ചെയ്തു, ഈ രണ്ട് വാല്യൂസിൻ്റെ റേഷ്യോ ആണ് എന്ത് ഇറിഗേഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പം ത്രൂ എനി മീൻസ് ഓഫ് ഇറിഗേഷൻ നമ്മൾ പല മെത്തേഡ്സ് പഠിച്ചു. ഏത് മെത്തേഡ്സിലൂടെയും കൊടുക്കുന്ന വെള്ളം എത്രമാത്രം കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ റേഷ്യോ. ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു സ്കീമാറ്റിക് ഡയഗ്രമാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ കൺവെയൻസ് ലോസിലൂടെയൊക്കെ ഒരുപാട് വെള്ളം നഷ്ടപ്പെടുന്നു എന്നുള്ളത്. അപ്പോൾ സ്റ്റോർ ചെയ്യുന്നിടത്തു നിന്ന് അല്ലെങ്കിൽ ആ ഒരു റിസർവെയറിൽ നിന്ന് വരുന്ന വെള്ളം നമ്മൾ ആദ്യം എവിടെയെങ്കിലും ഒരിടത്ത് സ്റ്റോർ ചെയ്യുന്നു, അവിടെ നിന്നാണ് പിന്നെ ഫീൽഡിലോട്ട് കൊടുക്കുന്നത്. അപ്പം മൂന്ന് ഫീൽഡായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കൺവെയൻസ് സിസ്റ്റം, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഫീൽഡ്. അങ്ങനെ ഓരോ സ്റ്റേജിലൂടെ വാട്ടർ കടന്നു പോകുമ്പോഴും ലോസ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ കൺവെയൻസ് സിസ്റ്റത്തിൽ തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അത് അവിടുന്ന് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലോട്ട് എത്തിക്കുമ്പോഴത്തേക്കിന് സീപ്പേജ് കാരണം ഉണ്ടാകുന്ന ലോസ് ഉണ്ട്, മിസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ ഉണ്ട്. ആൻഡ് അത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ലോസസ് അവിടെയും നടക്കുന്നുണ്ട്. ഈവൻ ഫീൽഡിലോട്ട് ആ വെള്ളം എത്തിച്ചാൽ പോലും അവിടുന്ന് വീണ്ടും ഗ്രൗണ്ട് വാട്ടർ സപ്ലൈയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അത് ത്രൂ സീപ്പേജ് ആവാം, ഇൻഫിൽട്രേഷൻ, പെർക്കുലേഷൻ ആവാം. പിന്നെ കാപ്പിലറി ആക്ഷൻ കാരണം കുറച്ച് വാട്ടർ നഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ ഒരു ഇൻപുട്ട് കാണിച്ചിട്ടുണ്ട്, അതായത് പ്രസിപ്പിറ്റേഷനിലൂടെ നമുക്ക് കുറച്ച് എമൗണ്ട് ഇൻ കേസ് റെയിനി സീസൺ ആണെങ്കിൽ നമുക്ക് കിട്ടാം. അതുകൂടാതെ ഡ്രെയിനേജ് ആയിട്ട് ഇപ്പം ഫീൽഡിലോട്ട് കൊടുക്കുന്ന വെള്ളം ആദ്യം തന്നെ ഒരുപാട് വലിയ എമൗണ്ടിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എക്സസ് എമൗണ്ട് ഒഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട്, ഡ്രെയിനേജ്. അപ്പം ഇതെല്ലാം ഇത്രയും ലോസ് കഴിഞ്ഞിട്ട് എത്ര എഫിഷ്യൻ്റ് ആയിട്ടാണ് ആ ക്രോപ്പിന് നമ്മൾ കൊടുക്കുന്ന വാട്ടർ കിട്ടുന്നത് എന്നുള്ളതിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് ഇറിഗേഷൻ എഫിഷ്യൻസീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പല രീതിയിൽ വാട്ടർ ക്രോപ്പിന് കിട്ടുന്ന വരെ പല രീതിയിൽ നഷ്ടമാവുന്നുണ്ട്. ആ കണക്കാണ് നമ്മൾ ഇറിഗേഷൻ എഫിഷ്യൻസിയിലൂടെ കണ്ടുപിടിക്കുന്നത്. ഇനി ഇത് പല രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൺവെയൻസ് ചെയ്യുമ്പോൾ തന്നെ ഒരു എമൗണ്ട് വാട്ടർ നഷ്ടപ്പെടുന്നു, അപ്ലൈ ചെയ്യുമ്പോൾ ലോസ് ഉണ്ടാവാം, സ്റ്റോർ ചെയ്യുമ്പോൾ ലോസ് ഉണ്ടാവാം. അപ്പോൾ ഓരോ ടൈമിലും എത്ര ലോസ് ആണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യം തന്നെ വാട്ടർ കൺവെയൻസ് എഫിഷ്യൻസി, അതിനെ 𝜂C എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. C സഫിക്സിൽ എഴുതണം. ഓക്കെ, അപ്പോൾ 𝜂C എന്ന് പറഞ്ഞാൽ വാട്ടർ കൺവെയൻസ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ രണ്ട് വാല്യൂസ് വേണം. ആ രണ്ട് വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് എങ്ങനെ മെഷർ ചെയ്തെടുക്കുന്നു, എങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കുന്നു ഒന്നും നമുക്ക് പഠിക്കേണ്ട. ജസ്റ്റ് ആ ഫോർമുല എന്താണ് ഇത് മാത്രമാണ് പഠിക്കേണ്ടത്, ടേംസ് എന്തൊക്കെയാണ്. അപ്പോൾ രണ്ട് വാല്യൂസ് വേണം. വാട്ടർ ഡെലിവേർഡ് ടു ദി ഫാമും വാട്ടർ ഡൈവേർട്ടഡ് ഫ്രം ദി റിവർ ഓർ റിസർവെയർ. ഇപ്പം നിങ്ങൾക്കറിയാം, ഒരു റിവറിൽ നിന്നോ റിസർവെയറിൽ നിന്നോ ഡൈവേർട്ട് ചെയ്ത് വരുന്ന വെള്ളമാണ് ഫാമിലോട്ട് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ എത്ര എമൗണ്ട് ഓഫ് വാട്ടർ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇറിഗേഷന് വേണ്ടിയിട്ട് റിവറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു റിസർവെയറിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് കൊടുത്തു, അതിൻ്റെ കണക്ക് അത് WR ആണ്. ഓക്കെ, ഇനി എത്ര എമൗണ്ട് ഓഫ് വാട്ടർ അങ്ങ് ഒഴുകി കൊണ്ടുപോയി ഫീൽഡിലോട്ട് അല്ലെങ്കിൽ ഫാമിലോട്ട് ഡെലിവർ ചെയ്ത് കൊടുത്തു, അത് WF. അപ്പോൾ അത് തമ്മിലുള്ള റേഷ്യോ ആണ് 𝜂C കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലോസ് മാത്രം ഒരു ചെറിയ വാല്യൂ ആണ് വരാൻ പോകുന്നത്. പിന്നെ സെക്കൻഡ്, വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി 𝜂A. അപ്പോൾ വാട്ടർ ആപ്ലിക്കേഷൻ ടൈമിൽ ഉണ്ടാവുന്ന ആ ഒരു ലോസ് കണക്കിലെടുത്തുകൊണ്ട് കണ്ടുപിടിക്കുന്ന എഫിഷ്യൻസി. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് വാട്ടർ സ്റ്റോർഡ് ഇൻ ദി റൂട്ട് സോൺ ഡ്യൂറിങ് ഇറിഗേഷൻ. നമുക്ക് എന്താണ് റൂട്ട് സോൺ എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ റൂട്ട് എത്ര ഡെപ്തിൽ മണ്ണിലേക്ക് ഇറങ്ങി ചെല്ലുന്നു ഒരു ക്രോപ്പിൻ്റെ, ആ അത്രയും ഭാഗത്തെ ആ മണ്ണ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ആ റൂട്ട് സോൺ എന്ന് പറയുന്നത്. പിന്നെ ഡിവൈഡഡ് ബൈ വാട്ടർ ഡെലിവേർഡ് ടു ദി ഫാം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു എത്ര വെള്ളം ഫാമിലോട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം അത്രയും വെള്ളം നമ്മൾ ഫാമിലോട്ട് കൊടുത്തു കഴിഞ്ഞ് ആ റൂട്ട് സോണിൽ എത്ര സ്റ്റോർ ചെയ്യാൻ കഴിയുന്നു
അതാണ് ഈ മേലിലുള്ള വാല്യൂ. അപ്പോൾ ഈ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഫോർമുലയും കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഫാമിലോട്ട് കൊടുക്കുന്ന വെള്ളം എന്ന് പറയുന്നത് WF ആണല്ലോ. ഈ WF നിന്ന് രണ്ട് കാര്യങ്ങൾ കുറച്ചാലാണ് നമുക്ക് റൂട്ട് സോണിൽ എത്ര സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് സർഫസ് റൺ ഓഫ്. കാരണം നമ്മൾ കൊടുക്കുന്നുണ്ട് കുറച്ച് എമൗണ്ട് ഓഫ് വാട്ടർ, ചിലപ്പം ആ കൊടുക്കുന്ന അനുസരിച്ച് ഇപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ ഒക്കെ ആണെങ്കിൽ അത് കുറേയും കൂടി എഫിഷ്യൻ്റ് ആണ്. അത് അതിൻ്റെ ആവശ്യം അനുസരിച്ച് അല്ലെങ്കിൽ ഓരോന്ന് പോകുന്ന അനുസരിച്ചിട്ട് ഫിക്സ്ഡ് ഗ്യാപ്പിലാണ് ഓരോ ഡ്രോപ്പ് ഓഫ് വെള്ളവും കൊടുക്കുന്നത്. സ്പ്രിങ്ക്ലർ ആണെങ്കിലും ചെറിയ എമൗണ്ടിലാണ് കൊടുക്കുന്നത്. പക്ഷേ സർഫസ് ഇറിഗേഷൻ, ഫ്ലഡ് ഇറിഗേഷൻ പ്രാക്ടീസിലൊക്കെ ആണെങ്കിൽ ഒരുപാട് എഫിഷ്യൻസി കുറയാനാണ് ചാൻസ്. അപ്പോൾ ആ സർഫസ് റൺ ഓഫ് കാരണം ഒരു എമൗണ്ട് ഓഫ് വാട്ടർ പോയേക്കാം, പെർക്കുലേഷൻ കാരണം ഒരു എമൗണ്ട് ഓഫ് വാട്ടർ പോയേക്കാം. ഇത് രണ്ടും കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന വെള്ളമാണ് ശരിക്കും പറഞ്ഞാൽ ഈ റൂട്ട് സോണിൽ സേവ് ചെയ്ത് സ്റ്റോർ ചെയ്തിടുന്ന വെള്ളം. അപ്പോൾ അത് വാട്ടർ ഡെലിവേർഡ് ഇൻ ദി ഫാം മൈനസ് ഈ രണ്ട് കാര്യങ്ങൾ മൈനസ് ചെയ്യുമ്പോൾ ബാക്കി കിട്ടുന്നതായിരിക്കും നമ്മുടെ WS എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കണേ. വാട്ടർ സ്റ്റോർഡ് ഇൻ ദി റൂട്ട് സോൺ ഡിവൈഡഡ് ബൈ വാട്ടർ ഡെലിവേർഡ് ടു ദി ഫാം. അപ്പോൾ ഈ രീതിയിലാണ് വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത്. മൂന്നാമത്തെ എഫിഷ്യൻസി എന്ന് പറയുന്നത് വാട്ടർ സ്റ്റോറേജ് എഫിഷ്യൻസിയാണ്. അതിനും രണ്ട് വാല്യൂ നമ്മൾ എടുക്കുന്നുണ്ട്. ഒന്ന് വാട്ടർ സ്റ്റോർഡ് ഇൻ ദി റൂട്ട് സോൺ ഡ്യൂറിങ് ഇറിഗേഷൻ, രണ്ടാമത്തത് വാട്ടർ നീഡഡ് ഇൻ ദി റൂട്ട് സോൺ പ്രയർ ടു ഇറിഗേഷൻ. അതായത് നമ്മൾ ഇറിഗേഷൻ വാട്ടർ ഫീൽഡിലോട്ട് അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടി മുമ്പ് തന്നെ ഓൾറെഡി ആ റൂട്ട് സോണിൽ കുറച്ച് വെള്ളം സ്റ്റോർ ആയി കിടപ്പുണ്ടാവും. മേ ബി അത് ലാസ്റ്റ് ഇറിഗേഷൻ്റെ ആയിരിക്കും, അതല്ലെങ്കിൽ പിന്നെ ആ സോയിലിൽ ഓൾറെഡി ഉള്ള ആ ഒരു മോയ്സ്ചർ കണ്ടന്റ് ആയിരിക്കാം. എന്തായാലും നിങ്ങൾക്കറിയാം, ആ ഒരു ചെടി അല്ലെങ്കിൽ ഒരു ക്രോപ്പ് വിൽറ്റിംഗ് പോയിന്റ് വരെ എത്താനായിട്ട് പാടില്ല. നമ്മൾ പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് ഒക്കെ പഠിച്ചതാണ്. പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് ആവുന്നതിന് മുമ്പ് തന്നെ, വളരെ മുമ്പ് തന്നെ നമ്മൾ ഇറിഗേഷൻ വാട്ടർ അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം ഓൾറെഡി ആ ഇറിഗേഷൻ വാട്ടർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എത്ര ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കണക്കും കൂടി ഇതിനകത്ത് വേണം. അപ്പോൾ വാട്ടർ നീഡഡ് ഇൻ ദി റൂട്ട് സോൺ പ്രയർ ടു ഇറിഗേഷൻ, ഇറിഗേഷന് മുമ്പായിട്ട് റൂട്ട് സോണിൽ എത്ര എമൗണ്ട് ഓഫ് വാട്ടർ വേണം, അത്യാവശ്യം വിൽറ്റിംഗ് പോയിന്റിൽ എത്താതെ എത്ര എമൗണ്ട് ഓഫ് വാട്ടറും കൂടെ അതിന് വേണം. അതും ആ വാല്യൂവും വാട്ടർ സ്റ്റോർഡ് ആഫ്റ്റർ ഡ്യൂറിങ് ഇറിഗേഷനിൽ എത്ര എമൗണ്ട് ഓഫ് വാട്ടർ റൂട്ട് സോണിൽ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റേഷ്യോ ആണ് ηS എന്ന് പറയുന്നത്. ഓക്കെ, WS/WN. അടുത്തത് വാട്ടർ യൂസ് എഫിഷ്യൻസി ആണ്. വാട്ടർ യൂസ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ അതിന് വേണ്ടുന്ന വാല്യൂസ് വാട്ടർ യൂസ്ഡ് കൺസംപ്റ്റീവ്ലി ആൻഡ് വാട്ടർ ഡെലിവേർഡ് ടു ദി ഫാം. ഈ കൺസംപ്റ്റീവ് യൂസ് എന്ന് പറയുന്ന ഈ ഒരു ടേം നമ്മൾ ഇനിയും പഠിക്കുന്നുണ്ട്. കൺസംപ്റ്റീവ് യൂസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, കുറച്ച് ലോസിൻ്റെ കാര്യം പറഞ്ഞു. വാട്ടർ കൊണ്ടുവന്ന് ഫീൽഡിലോട്ട് അപ്ലൈ ചെയ്താലും ഇവാപ്പറേഷനും ട്രാൻസ്പിറേഷനും ഒക്കെ കാരണം കുറേ വാട്ടർ നമുക്ക് നഷ്ടമാവുന്നുണ്ട്. അപ്പോൾ ആ ക്രോപ്പിന് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ വേണ്ടി വന്ന വെള്ളം എന്ന് പറയുന്നത് ഈ ലോസും കൂടെ എടുത്തിട്ടുള്ള വാട്ടറാണ് അല്ലേ. അതിനാണ് നമ്മൾ ഈ കൺസംപ്റ്റീവ് യൂസ് അല്ലെങ്കിൽ യൂസ്ഡ് കൺസംപ്റ്റീവ്ലി എന്നൊക്കെ ടേം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അതിനൊരു ഫോർമുല ഉണ്ടായിരുന്നു, അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. കൺസംപ്റ്റീവ് യൂസ് CU എന്ന് പറയുന്നത് ശരിക്കും ഇവാപ്പറേഷൻ പ്ലസ് ട്രാൻസ്പിറേഷൻ പ്ലസ് അതിൻ്റെ മെറ്റബോളിക് പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ഓഫ് വാട്ടർ വേണം. ഈ മൂന്നും കൂടെ, അല്ലെങ്കിൽ ലോസ് ഞാനിപ്പോൾ ഇവാപ്പറേഷനും ട്രാൻസ്പിറേഷനും ആണ് പറഞ്ഞിട്ടുള്ളത്, അത് മേജർ ലോസ് ആണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ മെറ്റബോളിസം നടക്കാൻ വേണ്ടിയിട്ട് എത്ര വെള്ളം വേണ്ടി വന്നു, ശരിക്കും അതാണ് ഈ ക്രോപ്പ് ഉപയോഗിച്ച ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ. സോ അതാണ് ഈ WU കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ടർ യൂസ്ഡ് കൺസംപ്റ്റീവ്ലി, എത്ര എമൗണ്ട് ഓഫ് വാട്ടർ എഫിഷ്യൻ്റ് ആയിട്ട് എടുത്തുകൊണ്ടാണ് ഈ ക്രോപ്പ് വളർന്നു വരുന്നത് എന്നുള്ള ഒരു വാല്യൂ ആണ്. ഓക്കെ, സോ വാട്ടർ യൂസ് കൺസംപ്റ്റീവ്ലി ബൈ വാട്ടർ ഡെലിവേർഡ് ടു ദി ഫാം, എത്ര എമൗണ്ട് ഓഫ് വാട്ടർ നമ്മൾ ഫാമിലോട്ട് അതിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തു. ഇത് രണ്ടും കൂടെ റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് വാട്ടർ യൂസ് എഫിഷ്യൻസി കിട്ടും. ഇനി അടുത്തത് യൂണിഫോമിറ്റി കോഎഫിഷ്യന്റ് ഓർ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ എഫിഷ്യൻസി. അത് ηD എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഈ ഒരു ഫോർമുലയാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് കണ്ടുപിടിക്കുന്നത് 100 × 1 - y⁻/d ബാർ. ഓക്കെ, അപ്പോൾ ഈ y⁻ഉം d⁻ഉം എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പർട്ടിക്കുലർ ഡെപ്ത് ഓഫ് വാട്ടർ ഓൾറെഡി റൂട്ട് സോണിൽ സ്റ്റോർ ചെയ്ത് കിടപ്പുണ്ടാവും. പിന്നെ നമ്മൾ കൊടുക്കുന്ന വാട്ടറിൻ്റെ, ഇറിഗേഷൻ വാട്ടറിൻ്റെ ഒരു ഡെപ്തും ഉണ്ടാവും. ആ രണ്ട് ഡെപ്തിൻ്റെയും കൂടെ ആവറേജ് ന്യൂമറിക്കൽ ഡീവിയേഷൻ ആണ് y⁻ എന്ന് പറയുന്നത്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ആ ഒരു ടേം എന്താണെന്നുള്ളത്. ഓക്കെ, പിന്നെ d⁻ എന്ന് പറയുന്നത് ഇറിഗേഷൻ ടൈമിൽ എത്ര വാട്ടർ സ്റ്റോർ ചെയ്തോ അതിൻ്റെ ഒരു ആവറേജ്
ലാർജസ്റ്റ് ഡെപ്ത് ആണ്. ഓക്കെ, ഈ രണ്ട് വാല്യൂം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ഈറ്റ ഡി കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ് ഇതാണ് കൺസംപ്റ്റീവ് യൂസ് എഫിഷ്യൻസി, ഈറ്റ സി യു. ഞാൻ കുറച്ച് മുമ്പ് എന്താണ് കൺസംപ്റ്റീവ് യൂസ് എന്ന് പറഞ്ഞു തന്നതാണ്. അപ്പോൾ കൺസംപ്റ്റീവ് യൂസ് എന്ന് പറയുന്നത് കൺസംപ്റ്റീവ് യൂസ് എഫിഷ്യൻസി എന്ന് പറയുന്നത് നോർമൽ കൺസംപ്റ്റീവ് യൂസ് ഓഫ് വാട്ടർ, അതായത് ആ ക്രോപ്പിന് മൊത്തത്തിൽ ലോസും കൂടെ ചേർത്ത് എത്ര വാട്ടർ വേണ്ടി വന്നു ഡിവൈഡഡ് ബൈ നെറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ഡിപ്ലീറ്റഡ് ഫ്രം റൂട്ട്സ് ഓൺ സോയിൽ വാട്ടർ. അപ്പോൾ റൂട്ട്സ് ഓൺ സോയിൽ വാട്ടറിൽ ഓൾറെഡി വാട്ടർ നിറഞ്ഞിരിക്കുകയാണ്, നമ്മൾ പറഞ്ഞു സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. അതിൽ നിന്ന് എത്ര എമൗണ്ട് ആണ് ഡിപ്ലീറ്റ് ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ ഡിമിനിഷ് ചെയ്ത് പോകുന്നത്, അതിൻ്റെ ഒരു വാല്യൂ ആണ് WD എന്ന് പറയുന്നത്. ഈ രണ്ട് വാല്യൂവിൻ്റെ ആവറേജ് ആണ് നമ്മുടെ കൺസംപ്റ്റീവ് യൂസ് എഫിഷ്യൻസി. ഓക്കെ,